ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ +2 എക്കണോമിക്സിൽ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള 4 മാർക്കിൻ്റെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളാണ് പറയുന്നത്. ഓൾറെഡി നമ്മൾ 1 മാർക്ക് മുതൽ 3 മാർക്ക് വരെയുള്ളത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 4 മാർക്ക് മുതൽ അപ്ലോഡ് ചെയ്യാം. റെഡി അല്ലേ? സോ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് പെട്ടെന്ന് തന്നെ നോക്കാം. നന്നായിട്ട് പഠിച്ചുള്ളൂ. ഇനി വരാൻ പോകുന്ന മോഡൽ എക്സാം ആണെങ്കിലും ആനുവൽ എക്സാം ആണെങ്കിലും നമുക്ക് നന്നായിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കണം. അപ്പോൾ റെഡി അല്ലേ? അപ്പോൾ 4 മാർക്കിന് നിങ്ങൾക്ക് ഒന്നാമതായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: എക്സാമിൻ ദ എഫക്റ്റ് ഓഫ് ദ ഫോളോയിങ് ഓൺ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രംസ്. അതായത് ഡയഗ്രത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് താഴെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് വരിക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ് ഷിഫ്റ്റ് ടു റൈറ്റ് ഇൻ സെയിം പ്രൊപ്പോർഷൻ. അതായത് ഒരേ അനുപാതത്തിൽ ഡിമാൻഡും സപ്ലൈ കർവും എന്ത് ചെയ്യാണ്? ഷിഫ്റ്റ് ചെയ്യാണ് റൈറ്റ് വേർഡിലേക്ക്. അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെ വരും? നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഡയഗ്രാമാണ് നിങ്ങൾ അവിടെ വരയ്ക്കേണ്ടത്. ഈ ഒരു ഡയഗ്രാം നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി അല്ലേ? റൈറ്റ്. സോ ഇവിടെ നോക്കുക, ഇക്വിലിബ്രിയം പ്രൈസ് കോൺസ്റ്റൻ്റ് ആണ്. നിങ്ങൾക്ക് നോക്കി കാണാം. ഇക്വിലിബ്രിയം പ്രൈസ് എന്താണ്? അത് കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യാണ്. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അത് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യുകയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നന്നായിട്ട് വരച്ച് പഠിച്ചോളൂ. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. റെഡി അല്ലേ? പിന്നെ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ വരുന്ന രണ്ടാമത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? നമുക്ക് നോക്കി കാണാൻ പറ്റും. ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു ദ ലെഫ്റ്റ് ആൻഡ് സപ്ലൈ കർവ് ഷിഫ്റ്റ് ടു റൈറ്റ് ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ. ഡിമാൻഡ് കർവ് എങ്ങോട്ടാണ് പോകുന്നത്? ലെഫ്റ്റിലേക്കും. സപ്ലൈ കർവ് റൈറ്റിലേക്കുമാണ്. ഈ രീതിയിൽ നമ്മളോട് ഒരു ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. റെഡി? ഇവിടെ ഇക്വിലിബ്രിയം പ്രൈസ് എന്തായാണ്? ഡിക്രീസ് ആവുകയാണ് അല്ലേ? ആദ്യം P ആയിരുന്നു, അത് പിന്നെ എന്തായിട്ട് മാറുകയാണ്? P1 ആയിട്ട് മാറണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇക്വിലിബ്രിയം പ്രൈസ് കുറയുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ വരയ്ക്കാൻ പഠിക്കാം. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. റെഡി? അപ്പോൾ നല്ല രീതിയിൽ ഡയഗ്രാംസ് ഒക്കെ വരച്ച് പഠിച്ചോളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാംസ് ഒക്കെ ചോദിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ഡയഗ്രത്തിൽ വരുന്ന ഏരിയ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ഫോളോയിങ് വിത്ത് എക്സാമ്പിൾ. നമുക്ക് രണ്ട് കാര്യങ്ങൾ, 2 സെറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ഡിഫറൻസിയേഷൻ വരുന്നത് നോർമൽ ഗുഡ്സും ഇൻഫീരിയർ ഗുഡ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നോർമൽ ഗുഡ്സും ഇൻഫീരിയർ ഗുഡ്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ്? ഇപ്പോൾ നോർമൽ ഗുഡ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പൊതുവേ നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻകം ഇൻക്രീസ് ആവുമ്പോൾ അതിലൂടെയുള്ള ആളുകളുടെ ഡിമാൻഡും എന്താവാണ് ചെയ്യുക? ഇൻക്രീസ് ആവാണ് ചെയ്യുക. പൊതുവേ കൺസ്യൂമേഴ്സിൻ്റെ അല്ലെങ്കിൽ ആളുകളുടെ ഇൻകം കൂടുമ്പോൾ അതിനോടുള്ള ഡിമാൻഡും കൂടുന്ന പ്രൊഡക്ട്സാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് മാംഗോ ഒക്കെ പറയാം. ഓക്കെ, മാംഗോ, മിൽക്ക്, നോർമൽ ഗുഡ്സ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്ന ഗുഡ്സ് ആണെങ്കിൽ അതെന്താണ്? നോർമൽ ഗുഡാണ്. എന്നാൽ ഇൻഫീരിയർ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം കൂടിയാലും അതിനോടുള്ള ഡിമാൻഡ് എന്ത് ചെയ്യുന്നില്ല? കൂടുന്നില്ല, കുറയാണ്. ഇൻകം കൂടുകയാണ് ചെയ്യുന്നത്, പക്ഷേ ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ജോവർ, ബജ്ര പോലെയുള്ള ഗുഡ്സൊക്കെ പറയാം. ക്ലിയർ? അപ്പോൾ നന്നായിട്ട് പഠിച്ചോളൂ ഇൻഫീരിയർ ഗുഡും നോർമൽ ഗുഡും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ള നെക്സ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും കോംപ്ലിമെൻ്ററി ഗുഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും കോംപ്ലിമെൻ്ററി ഗുഡും തമ്മിലുള്ള ഡിഫറൻസ് അത് നമ്മൾ നോക്കുകയാണ്. ഇപ്പോൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറഞ്ഞാൽ? ഗുഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ഈച്ച് അതർ, ഒന്നിന് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു പ്രൊഡക്റ്റ്. ഇപ്പോൾ കോഫി അല്ലെങ്കിൽ ടീ, ഇങ്ങനെയാണ് പറയാം. ഒന്നെങ്കിൽ കോഫി അല്ലെങ്കിൽ ടീ. അപ്പോൾ കോഫിക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ടീ, അല്ലെങ്കിൽ ടീക്ക് പകരമായി ഉപയോഗിക്കുന്നതാണ് കോഫി. ഇതാണ് എന്ത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഒന്നിന് പകരം ഉപയോഗിക്കുന്നത്. ഒന്ന് ഉപയോഗിക്കുമ്പോൾ അവിടെ മറ്റേത് എന്ത് ചെയ്യുന്നില്ല? ഉപയോഗിക്കുന്നില്ല. ക്ലിയർ? ഒന്നിന് പകരമായിട്ടാണ് മറ്റൊന്ന് അവിടെ ഉപയോഗിക്കുന്നത്.
ക്ലിയർ അല്ലേ? അവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് കോഫി ആൻഡ് ടീ പറയാം. അതൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്. അല്ലെങ്കിൽ കൊക്കക്കോള അല്ലെങ്കിൽ പെപ്സി അങ്ങനെ പറയാം. ഓക്കെ, ഇനി എന്താണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഗുഡ്സാണ്. ഗുഡ്സ് ജോയിൻ്റ്ലി ഡിമാൻഡഡ് ഫോർ എ പെർട്ടിക്കുലർ യൂസ്. ഇപ്പോൾ കാറും പെട്രോളും, കാറ് ഉപയോഗിക്കാൻ നമുക്ക് പെട്രോൾ വേണം, ഓക്കെ, അല്ലെങ്കിൽ ഡീസൽ വേണം. അപ്പോൾ എന്താണ്, അത് ഒരുമിച്ചാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് മാത്രമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നില്ല, നിലനിൽക്കുന്നില്ല. രണ്ടും ജോയിൻ്റ്ലി ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഗുഡ്സാണ് എന്ത്, കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. കാർ ആൻഡ് പെട്രോൾ പെർഫെക്റ്റ് എക്സാമ്പിളാണ്. ടീ ആൻഡ് ഷുഗർ പെർഫെക്റ്റ് എക്സാമ്പിളാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഒന്നിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്, ഒന്നിന് പകരം ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് മനസ്സിലാക്കുക. റെഡിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത 4 മാർക്കിൻ്റെ ചോദ്യം നോക്കാം. എന്താണ്? ലിസ്റ്റ് ഔട്ട് എനി 2 ലിമിറ്റേഷൻസ് ഓഫ് ബാർട്ടർ എക്സ്ചേഞ്ച് സിസ്റ്റം. ബാർട്ടർ എക്സ്ചേഞ്ച് സിസ്റ്റം നമ്മൾ ചെറിയ പ്രായം മുതലേ ബാർട്ടർ എക്സ്ചേഞ്ച് സിസ്റ്റം പഠിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ബാർട്ടർ എക്സ്ചേഞ്ച് സിസ്റ്റത്തിൻ്റെ എന്താണ് ചോദിക്കുന്നത്? ലിമിറ്റേഷൻസ്. അവിടെ ലിമിറ്റേഷനായിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നല്ല ശ്രദ്ധിച്ചു കേട്ടോളൂ. നോ കോമൺ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. അതായത് ഈ പറഞ്ഞ ബാർട്ടർ സിസ്റ്റം എന്തല്ല, ഒരു കോമൺ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് കൂട്ടാൻ പറ്റില്ല. അതുപോലെ നോ കോമൺ മെഷർ ഓഫ് വാല്യൂ. അതായത് വാല്യൂ മെഷർ ചെയ്യാനുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡിവൈസിൽ നോ കോമൺ മെഷർ ഓഫ് വാല്യൂ. ബാർട്ടർ എക്സ്ചേഞ്ച് സിസ്റ്റത്തിൽ എന്തില്ല, ഒരു കോമൺ മെഷർ ഓഫ് വാല്യൂ ഇല്ല. പിന്നെ മറ്റൊരു ലിമിറ്റേഷൻ നോക്കുകയാണെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ വെൻ ദ ഗുഡ്സ് കനോട്ട് ബി ഡിവൈഡഡ്. നമുക്ക് വിഭജിച്ചെടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാതെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കാത്ത ഗുഡ്സിൽ ഈ ബാർട്ടർ എക്സ്ചേഞ്ച് സിസ്റ്റം എന്തല്ല, ആപ്ലിക്കബിൾ അല്ല, യൂസ്ഫുൾ അല്ല. ആൻഡ് വൺ ഷുഡ് ബി ഡബിൾ കോയിൻസിഡായി. അതായത് ഒരു പ്രൊഡക്റ്റിന് ആവശ്യമായിട്ടുള്ള അതേ പ്രൊഡക്റ്റ് തന്നെ നമുക്ക് അപ്പുറത്ത് കിട്ടണം. ഓക്കെ, സോ ഡബിൾ കോയിൻസൈഡഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തി, ഈ ഒരു എക്സ്ചേഞ്ച് നടക്കില്ല. ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ഉള്ള അതേ പ്രൊഡക്റ്റ് തന്നെ അപ്പുറത്ത് കിട്ടണം, അല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ബാക്കി എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ 2 ഫങ്ഷൻസ് ഓഫ് മണി. മണിയുടെ ഏതെങ്കിലും 2 ഫങ്ഷൻ പറയാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പറയാം, ഈ ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് മാറ്റിക്കൊണ്ട് ഓവർകം ചെയ്ത് വന്നതാണ്, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് വന്നതാണ് മണി. അതിന് വാല്യൂ മെഷർ ചെയ്യാൻ സാധിക്കും, വാല്യൂ സ്റ്റോർ ചെയ്യാൻ സാധിക്കും, വാല്യൂ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഡിഫറെൻറ്റ് പേയ്മെൻറ്റ്സിൻ്റെ ഒരു സ്റ്റാൻഡേർഡായിട്ട് നിലനിൽക്കുന്നത്, സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫറെൻറ്റ് പേയ്മെൻറ്റ്സ്. ഇതൊക്കെ എന്താണ്, മണിയുടെ ഫങ്ഷൻസാണ്. ഇതൊക്കെ തന്നെ ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് കവർ ചെയ്തുകൊണ്ട് വന്നതുമാണ്. ക്ലിയർ? ഇനി മറ്റൊരു ചോദ്യം നോക്കാം, 4 മാർക്കിൻ്റെ. ഗീവ് എ ഷോർട്ട് നോട്ട് ഓൺ എമർജൻസ് ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ്. അതായത് മാക്രോ എക്കണോമിക്സിൻ്റെ എമർജൻസിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? മാക്രോ എക്കണോമിക്സിൻ്റെ എമർജൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ മാക്രോ എക്കണോമിക്സിൻ്റെ തുടക്കം, എൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ക്ലാസിക്കൽ തോട്ട്സിനെ കുറിച്ച് പറയാം, ഫുൾ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് പറയാം, ഗ്രേറ്റ് ഡിപ്രഷനെ കുറിച്ച് പറയാം, കെനീഷ്യൻ റവല്യൂഷനെ കുറിച്ച് പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജെയിം കെയ്ൻസിൻ്റെ ഫേമസ് ബുക്കായ ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണിയെക്കുറിച്ചൊക്കെ പറയാവുന്നതാണ്. ക്ലിയർ? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട് നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 128 അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോമിനൽ GDP ആൻഡ് റിയൽ GDP. നോമിനൽ GDP എന്താണ്, റിയൽ GDP എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ ഒരു മീനിങ്ങിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഇപ്പോൾ നോമിനൽ GDP എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്, GDP അറ്റ് കറൻറ്റ് പ്രൈസസ് ആണ്. കറൻറ്റ് പ്രൈസസിൽ നമ്മൾ GDP പറയുന്നതിനെയാണ് നോമിനൽ GDP എന്ന് പറയുന്നത്. റിയൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, GDP അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസാണ് എന്ത്, റിയൽ GDP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ, അതിൻ്റെ ഇക്വേഷനും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അത് GDP ഡിഫ്ലേറ്റർ കാണാനുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. എന്താണ്, ഫൈൻഡ് വാല്യൂ ഓഫ് GDP ഡിഫ്ലേറ്റർ ഇഫ് ദ വാല്യൂ ഓഫ് നോമിനൽ GDP 12,500 റിയൽ GDP 8,000 ആണെങ്കിൽ GDP ഡിഫ്ലേറ്റർ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കാം.
GDP ഡിഫ്ലേറ്റർ ആണുള്ള ഇക്വേഷൻ നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ഇൻറ്റു 100 ആണ്. സോ ഇവിടെ 12,500 ഡിവൈഡ് ബൈ 8,000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 156.25 ആണ് കിട്ടുന്നത്. സോ അതാണ് GDP ഡിഫ്ലേറ്റർ. സോ ഇത്രയും ചോദ്യമായിരുന്നു നമുക്ക് 4 മാർക്കിന് ഉണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ നിങ്ങൾ എഴുതുക. ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് മൊത്തം 4 ചോദ്യങ്ങൾക്കായിരുന്നു നിങ്ങളിവിടെ ആൻസർ ചെയ്യേണ്ടത്. നമുക്ക് 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് സ്കിപ്പ് ചെയ്യാം. ഏതാ സ്കിപ്പ് ചെയ്തതെന്നൊക്കെ പറയാം. നന്നായിട്ട് പഠിക്കുക. ഇനി വരാൻ പോകുന്ന മോഡലാണെങ്കിലും മാനുവൽ ആണെങ്കിലും നമുക്ക് A+ ലെവലിലോട്ട് എത്തണം. റെഡി? അപ്പോൾ നമ്മളെ കൂടെ കൂടിക്കോളൂ, നന്നായിട്ട് പഠിച്ചോളൂ. ഓൾ ദ